ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളെ റെസിപ്പി ചക്ക വരട്ടിയത് കൊണ്ടുള്ളൊരു അടയാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പിന്നെ ഇപ്പോൾ ചക്ക സീസണൊക്കെ ആണല്ലോ, ചക്ക കിട്ടാത്തവരായിട്ട് ആരും ഇപ്പം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. എണ്ണൊന്നും യൂസ് ചെയ്യാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. വൈകുന്നേരമൊക്കെ നമുക്കിത് ചായയുടെ കൂടെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. ഇവിടെ ഞാൻ നല്ല വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇത്ര ചക്കയാണ് ഞാനിപ്പോൾ ഈ നമ്മളെ റെസിപ്പിക്ക് ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടോ കുറച്ചിട്ടോ എടുക്കാം. നമ്മൾ നേരത്തെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചക്ക ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മളുടെ റെസിപ്പിക്ക് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞാലാണ് നമുക്ക് കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുക. ഇതേപോലെ നമ്മൾ ചെറുതാക്കി അരിയുമ്പോൾ നമുക്ക് ചക്ക പെട്ടെന്ന് നമ്മളെ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള പോലെ വഴറ്റി കിട്ടും. ഞാനിവിടെ എടുത്തിട്ടുള്ള ചക്ക കട്ട് ചെയ്തതിന് ശേഷം ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് നമുക്കൊരു ഫ്രൈ പാൻ വെക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുക്കുന്നത്. നെയ്യ് കുറച്ചൊക്കെ കൂടുന്തോറും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുള്ള നെയ്യ് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ നെയ്യൊക്കെ ഹെൽത്തി അല്ലല്ലോ, കുറച്ച് അൺഹെൽത്തി അല്ലേ, അതുകൊണ്ട് ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടുത്തത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 4 അച്ച് ശർക്കരയാണ്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉരുക്കിയിട്ട് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കാം. ഇനി ആ ശർക്കര പാനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ചക്കയിലേക്ക് ഇതേപോലെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കര ചക്കയിൽ നല്ലതുപോലെ പിടിക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കാൻ നോക്കണം. ഇങ്ങനെ ഇതേപോലെ വറ്റി വറ്റി വരും. ഇനി നിങ്ങൾക്ക് കുറേ നേരം ഇളക്കിയിട്ടും വറ്റുന്നില്ല ഉണ്ടെങ്കിൽ ഫ്ലെയിമിൻ്റെ സ്പീഡൊന്ന് കൂട്ടി വെച്ചാൽ മതി. ഏകദേശം വറ്റി വരുമ്പോൾ നമുക്ക് ഇതേപോലെ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ അതേപോലെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇടാം, അഥവാ കുറച്ച് വേണമെങ്കിൽ അങ്ങനെ ഇടാം. കൂടുന്തോറും ടേസ്റ്റും കൂടും. ഇനി തേങ്ങ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ലാസ്റ്റൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. ഇങ്ങനൊരു കൺസിസ്റ്റൻസി ഒക്കെ ആകുമ്പോൾ നമുക്കൊരു 4 ഏലക്ക എടുക്കാം. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വെറും അരി മാത്രമേ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. കാരണം തൊലിയിൽ ഒരുപാട് വിഷാംശം ഉണ്ടായിരിക്കും. അപ്പം ഞാനിവിടെ ഇതിൻ്റെ അരി മാത്രമാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ചെറിയ ജീരകം ഞാൻ എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് രണ്ടും പൊടിച്ചിടുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവറും സ്മെല്ലും നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് അരിപ്പൊടിയാണ്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിക്കേണ്ടത് നല്ല തിളച്ച ചൂടുവെള്ളമാണ്. ഇനി നമ്മൾ ഇങ്ങനെ തിളച്ച വെള്ളം അരിപ്പൊടിക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാവും ഈ മാവ്. ഇനി നമ്മളിത് കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഉരുള പോലെ ആക്കി വെക്കാം. ഇനി നമുക്ക് വാഴൻ്റെ ഇല എടുത്തതിന് ശേഷം കുഴച്ച് വെച്ചിട്ടുള്ള മാവിന്ന് ഒരു ചെറിയ ഉരുള എടുത്തിട്ട് ഇതേപോലെ നൈസായിട്ട് പരത്തി കൊടുക്കാം.
നല്ല പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചക്ക വരട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഈ മാവിൻ്റെ മുകളിൽ ഇതേപോലെ നല്ല പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു ആവി കയറ്റുന്ന സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇഡ്ഡലി ചെമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും സ്റ്റീം ചെയ്തെടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതുള്ളതുകൊണ്ട് ഞാനിവിടെ ഇതാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ ഉള്ളിൽ ചക്ക വരട്ടിയതൊക്കെ വെച്ചിട്ട് ഇല മടക്കി വെച്ചിട്ടുള്ളത് അതിലേക്ക് നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് വരെ നമുക്ക് നല്ലതുപോലെ സ്റ്റീം ചെയ്തെടുക്കണം. നമ്മളുടെ ചക്ക വരട്ടി അട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാ നമുക്ക് ഇതേപോലൊന്ന് പകുതിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. നമുക്കിവിടെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ ഹെൽത്തിയുമാണ്. നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് വളരെ ഹെൽത്തി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്തായാലും എല്ലാവരുടെ വീട്ടിലും ചക്കയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം ചക്ക കിട്ടുമ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.